ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആപ്പ് ഒരു കിഡ്ലാം ആപ്ലിക്കേഷനാണ്. കാരണം ഇതിൽ നിന്നും നമുക്കൊരു 95% പേർക്കും ലോൺ കിട്ടിയിട്ടുണ്ട്. അധികം സിബിൽ സ്കോർ ഒന്നും അവർ നോക്കില്ല. ഒരുവിധം പ്രൊഫൈൽ നല്ലതാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് അപ്രൂവൽ ചെയ്ത് വിടും. അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, ക്രെഡിറ്റ് കാർഡ് അങ്ങനെ പല തരത്തിലുള്ള ലോണും കിട്ടും. ഏകദേശം 25ഓളം ബാങ്കുകളും NBFCയും ഈ ഒരു ആപ്പിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത്, ദയവായി ഒന്ന് കേൾക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ്. ചില കമ്പനികളിൽ നിന്ന് നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ മെസ്സേജാണ്. കമ്പനിയുടെ പേര് വിവർത്തി, ആസ്ഥാനം തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. കമ്പനി ഒരു NBFC രജിസ്റ്റർ ചെയ്യുകയും RBI രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. കുറഞ്ഞ ലോൺ കൊടുക്കുന്ന 50,000 രൂപയും പരമാവധി 5 ലക്ഷം രൂപ വരെയും വായ്പ നൽകുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് നമ്മുടെ വാട്സപ്പിൽ വരും, നമുക്ക് മെസ്സേജ് അയക്കും, ടെക്സ്റ്റ് അയക്കും. ഇവരുടെ ഉദ്ദേശം, ഇങ്ങനെയൊരു കമ്പനി ഉണ്ട്, പക്ഷേ ഇവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയല്ല, ഉഡായിപ്പാണ്. ഇവരുടെ ഉദ്ദേശം നിങ്ങളുടെ കയ്യിൽ നിന്നും GST നമ്മളെ അവിടെ ID കാർഡൊക്കെ കാണിച്ചതിന് ശേഷം നമ്മളെ പറഞ്ഞ മാക്സിമം നല്ല കൺവിൻസിങ് സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. സാർ താങ്കൾക്ക് ഒരു 2 ലക്ഷം രൂപ അപ്രൂവലായി, സാർ GST ഒരു 1,800 രൂപ അല്ലെങ്കിൽ 3,800 രൂപ പെട്ടെന്ന് അയച്ചോളൂ. ഞാൻ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്യണമെങ്കിൽ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് പറയും. അപ്പം നമ്മൾ എന്തോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ GST എമൗണ്ട് അവർ തരുന്ന അക്കൗണ്ടിലേക്ക് ഇടുകയും കുറച്ച് കഴിയുമ്പോൾ അവർ പറയും, സാറേ ഒരു കാര്യം വിട്ടുപോയി, ഇതിൻ്റെ ടാക്സും കൂടെ അടയ്ക്കണം, ഒരു 5,000 രൂപ, അല്ലെങ്കിൽ ഫസ്റ്റ് EMI 10,200 രൂപ അടയ്ക്കണം, എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ ക്രെഡിറ്റ് മാനേജറാണ്, അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഉടായ്പകൾ വരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ഒരു ലോൺ പോലും ചെയ്യാതിരിക്കുക. ഇത് റിക്വസ്റ്റാണ്. ഇതാണ് അവരുടെ കമ്പനിയുടെ ലോഗോ. അപ്പോൾ ഇങ്ങനത്തെ ലോഗോയിൽ നിന്ന് ആരെങ്കിലും ID കാർഡോ മറ്റും എന്തെങ്കിലും ഡീറ്റെയിൽസുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് പോകാം. അപ്പോൾ ഈ ആപ്പിൽ പേഴ്സണൽ ലോൺ ഉണ്ട്, ബിസിനസ് ലോൺ ഉണ്ട്, ഹോം ലോൺ ഉണ്ട്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, എഡ്യൂക്കേഷൻ ലോൺ, ഗോൾഡ് ലോൺ. അപ്പോൾ നമ്മൾ പേഴ്സണൽ ലോൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ VRise, ക്യാഷി, മണി ടാപ്പ്, ക്രെഡിറ്റ് സൈസൺ, ഫൈബ് ഇന്ത്യ, നിറ, ഫിനബിൾ, ഇൻക്രെഡ്, പേസൻസ്, ഫേസൻ, ഫിൻസി, അപ്വേഴ്സ്, മണി വ്യൂ, ചോള, IIFL, ഫേസൻറ്റ്, ടാറ്റ ക്യാപിറ്റൽ, IDFC, കോട്ടക്, ബജാജ്, പിരമോൾ ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, പിന്നെ ആക്സിസ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, യെസ് ബാങ്ക്, ICC ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സാലറി ഉള്ളവർക്കും സാലറി ഇല്ലാത്തവർക്കും, അതായത് സെൽഫ് എംപ്ലോയീസിനും ഇതിൽ നിന്ന് ലോൺ കിട്ടും. ഞാനിത് ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ കുറച്ച് ആപ്പൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ക്രെഡിറ്റ് സൈസും അതുപോലെ തന്നെ വന്നിട്ട് ഫെയർസെൻ്റ്, ഫിൻസി, ഫെയർസെൻ്റ്, ഇസി, പിരമാൾ, ഇങ്ങനെ കുറച്ച് പേർക്ക് അറിയാത്ത ചില ആപ്പുകൾ മാത്രമേ ഉള്ളൂ. നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഫില്ല് ചെയ്തതാണ്. നിങ്ങളുടെ നെയിം, ഫോൺ നമ്പർ, ലോൺ എമൗണ്ട് എത്രയാണ് വേണ്ടത് അതവിടെ ക്ലിക്ക് ചെയ്യുക, പിൻകോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സാലറി ആണോ, ബിസിനസ് ആണോ, സെൽഫ് എംപ്ലോയീസ് ആണോ ചോദിക്കും. അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്യുന്നത് കാണിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ ചെയ്യുക. എല്ലാം അങ്ങനെയാണ്. ക്രെഡിറ്റ് സൈസിന് എടുത്താലും നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ കൊടുക്കുക. ഫില്ല് ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം. ഞാൻ ഇനി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് ചെയ്യാം. അതിൽ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബിസിനസ് ലോൺ ഇവിടെയുണ്ട്. ബിസിനസ് ലോണും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. IDFC, SMFG, പൂനെവാല ഫിൻകോപ്പ്, ചോല, ആദിത്യ ബിർള, ഹീറോ ഫിൻകോപ്പ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്, ലെൻഡിംഗ് കാർഡ്, ആക്സിസ് ബാങ്ക്, ICC ബാങ്ക്, എഡ്വിൽസിസ്, ബജാജ്, നിയോ ഗ്രോത്ത്, ഉഗ്രോ ക്യാപിറ്റൽ, സെൻട്രം, ഐഡൻറ്റിഫൈ, കരൂർ വൈശ്യ, ധനവർഷ, കോട്ടക്, ഫേസൻറ്റ്, അങ്ങനെ നമുക്ക് കാണാൻ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ബാങ്കുകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെല്ലാം NBFC ആണ്, RBI അപ്രൂവ്ഡുള്ള ആപ്ലിക്കേഷനാണ്, ഉടായിപ്പൊന്നുമില്ല. പിന്നെ ഹോം ലോൺ ഉണ്ട്. ഹോം ലോണിലും ഒരുപാട് ഫിനാൻസ് വരുന്നുണ്ട്. ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയിൽ ഒരുപാട് ഫിനാൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിൽ നിങ്ങൾ എന്താ പറയുന്നത്,
ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പിൽ നിന്ന് 95% നിങ്ങൾക്ക് ഏതെങ്കിലും NBFCയിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടും. എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, ഗോൾഡ് ലോൺ ഉണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ അവരുടെ കുറച്ച് സർവീസ്, ബിസിനസ് പ്രൂഫ് ലൈസൻസ് അതൊക്കെ എങ്ങനെ കിട്ടുമെന്നും അതിൻ്റെ ഫീസും ഇവിടെ കൊടുത്തിരിക്കും. അത് വേണമെന്നുള്ളത് ചെയ്യുക. പിന്നെ ക്രെഡിറ്റ് കാർഡുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ അധികമില്ല. IDFCയുടെയും യെസ് ബാങ്കിൻ്റെയും ആസ്പെയറിൻ്റെയും ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് മുമ്പ് വന്ന് ചോദിച്ചു, എനിക്ക് സാലറി സ്ലിപ്പില്ലാത്തതുകൊണ്ട് ബൈക്ക് ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ കിട്ടുന്നില്ല, അങ്ങനെ കുറച്ച് ഡൗട്ട്സുകൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് അവിടെ കാണാം. അത് ചില ലോണുകൾക്ക് അത് മതി. ഓക്കെ, ഇപ്പോൾ ഈ കയ്യിൽ ക്യാഷ് കിട്ടുന്നവരും ചെക്ക് ക്യാഷായിട്ട് മീൻസ് സാലറി ആയിട്ട് കിട്ടുന്നവരും എല്ലാവർക്കും സാലറി സ്ലിപ്പ് ചില കമ്പനികൾ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സാലറി സ്ലിപ്പ് മേക്കർ എന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യുക. സ്ലിപ്പർ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ഓൺലൈൻ പേ സ്ലിപ്പ് ജനറേറ്റർ എന്ന ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ പേജ് ടൈറ്റിൽ അവിടെ കൊടുക്കുക, നിങ്ങൾ പേ സ്ലിപ്പ്, പിന്നെ ഹെഡറാണ് നിങ്ങളുടെ കമ്പനി നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, കമ്പനി അഡ്രസ്സ് അവിടെ കൊടുക്കുക, പിന്നെ നിങ്ങളുടെ പേ ഡേറ്റ്, നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത് കൊടുക്കുക, വർക്കിംഗ് ഡേയ്സ് എത്ര ദിവസം വർക്ക് ചെയ്തു എന്നിവിടെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. എംപ്ലോയി നെയിം മീൻസ് എംപ്ലോയി ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം, എംപ്ലോയി ID ഇവിടെ കൊടുക്കാം. ഇവിടെ ജെയിംസ് ബോണ്ട് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്, അത് നോക്കണ്ട. പിന്നെ നിങ്ങളുടെ ബേസ് പേ, അലവൻസ് ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ടോട്ടൽ ഏണിങ്സ്, ടാക്സ് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ ഇവിടെ നോക്കി പ്രിവ്യൂ കാണാം. നിങ്ങളുടെ സാലറി സ്ലിപ്പ് പോലെ തന്നെ ഇത് വരും. ഇതാണ് അതിൻ്റെ പ്രിവ്യൂ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം, മുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ സാലറി സ്ലിപ്പൊക്കെ ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഓപ്ഷൻ ചെയ്യുക. ഇത് 70% മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം ചില ലോൺ കമ്പനികൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു സാലറി ക്രെഡിറ്റ് ആവുന്ന കാണണം. അപ്പോൾ അത് ഇനിയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിന് എന്താണ് വഴി എന്നുള്ളത് ഇനിയൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ മാക്സിമം സാലറി സ്ലിപ്പ് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് മീൻസ് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.